പണിയെടുക്കാത്ത കാലത്തേക്ക് കൂടി തന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അടിയന്തരമായി ശമ്പളം അനുവദിക്കണമെന്ന് കെ.വി. തോമസ്. 2023 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ 2024 കെ.വി. തോമസിന് പ്രൈവറ്റ് സെക്രട്ടറി അനുവദിച്ചത്. നിയമന കാലയളവ് മുതലുള്ള ശമ്പള കുടിശ്ശികയായ 5.5 ലക്ഷത്തോളം രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നാണ് കെ.വി. തോമസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി ധനവകുപ്പിന് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഡൽഹിയിലെ സംസ്ഥാനത്തെ പ്രത്യേക പ്രതിനിധിയായി കെ.വി. തോമസിനെ നിയമിക്കുന്നത് 2023 ജനുവരിയിലാണ്. ഒരു വർഷത്തിനിപ്പുറം ഇക്കഴിഞ്ഞ ജനുവരിയിൽ പ്രൈവറ്റ് സെക്രട്ടറിയെയും നിയമിച്ചു. 2023 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു നിയമനം. അക്കാലയളവ് മുതലുള്ള ശമ്പള കുടിശ്ശിക പ്രൈവറ്റ് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് റോയ് കെ. വർഗീസിന് നൽകണമെന്നാണ് കെ.വി. തോമസിന്റെ ആവശ്യം. കുടിശ്ശിക തുകയായ 5,40,452 രൂപ അടിയന്തരമായി നൽകണമെന്നാണ് കെ.വി. തോമസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നിയമനത്തിന് മുൻകാല പ്രാബല്യമുണ്ടെങ്കിലും പണിയെടുക്കാത്ത ഒരു വർഷക്കാലത്തെ ശമ്പളം കൂടി നൽകണമെന്ന് ചുരുക്കം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ ഒരു വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ നിയമിക്കുന്നത്. കെ.വി. തോമസിന്റെ ആവശ്യപ്രകാരമായിരുന്നു നിയമനവും മുൻകാല പ്രാബല്യം നൽകലും. കരാർ വ്യവസ്ഥയിൽ പ്രതിമാസം 44,020 രൂപയാണ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളം. ഇതിനു പുറമെ 10% ന്യൂഡൽഹി അലവൻസും അനുവദിച്ചിട്ടുണ്ട്. വാഹനം ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങൾ